കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. അനിൽ ജിംഷാദിൽ നിന്ന് 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6% കൂട്ടുപലിശയിൽ വാങ്ങിയിരുന്നുവെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധികം നൽകേണ്ടി വരും എന്ന് വെച്ചാൽ കൂട്ടുപലിശ എത്ര എക്സ്ട്രാ നൽകേണ്ടി വരുമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്ര അധികം എന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ആണ്. അപ്പം നമുക്ക് 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന ഇക്വേഷൻ മറ്റൊന്നുമല്ല, P/R/100 ആണ്. എന്താ ഇക്വേഷൻ? P/R/100 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? പി എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുകയാണ്. ഈ ചോദ്യത്തിൽ നിക്ഷേപിച്ച തുക എത്ര? 12,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 6%. അപ്പോൾ 6/100 6/100 എന്ന് പറയുമ്പോൾ ഒരു 6/100 കൂടെ ഞാനിവിടെ എഴുതുകയാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ക്യാൻസലേഷനാണ്. മുകളിൽ 3 പൂജ്യമുണ്ട്. 1, 2, 3. ഈ 3 പൂജ്യങ്ങൾ നമുക്കങ്ങനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ 12, 10 കട്ട് ചെയ്യണമെന്നില്ല, 10 അവിടെ കിടന്നോട്ടെ. 12 × 6 ഇങ്ങനെ വരും. 12 × 6 × 6 ഡിവൈഡഡ് ബൈ 10 എന്നാണ് വരുന്നത്. 12 × 6 72 ആണ്. 72 × 6 12 × 6 72 എന്നറിയാം. 72 × 6 എത്രയാണ്? 6 × 2 12, ശിഷ്ടം 1, 7 6 42, 1 43. അപ്പം 432 എന്ന് കിട്ടും അല്ലേ? അടിയിൽ ആരുണ്ട്? 10 ഉണ്ട്, അത് മറക്കണ്ട. അപ്പോൾ ആൻസർ എത്രയാ? 40. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ നമുക്ക് പറയാം 43 രൂപ 20 പൈസയാണ് ഇവിടുത്തെ പലിശകൾ തമ്മിലുള്ള വ്യത്യാസം. എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശയിലാണ് കടം മേടിച്ചിരുന്നതെങ്കിൽ 43 രൂപ 20 പൈസ എക്സ്ട്രാ അയാൾ പലിശ ഇനത്തിൽ കൊടുക്കേണ്ടി വരുമായിരുന്നു. അതാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇക്വേഷൻ മറക്കല്ലേ. P/R/100 ഓക്കെ, ശരി, താങ്ക് യു.